ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻസിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളുടെ കുട്ടൂസ്റ്റാൻ്റെ പുടവ് കൊടുക്കലും കല്യാണത്തിനൊക്കെ വരണമെന്ന്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും വരാൻ പറ്റിയില്ല. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും തന്നെ മിസ്സാവില്ല. എല്ലാം ഞാൻ പകർത്തിയെന്ന് ഞാൻ പറയില്ല, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ വരെ എത്താനായിട്ട് ട്രാവലറൊക്കെ ഇട്ടിരുന്നു. അപ്പം നമ്മളെല്ലാവരും ട്രാവലറിലാട്ടോ പോയത്. ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഞാനിങ്ങനെ കല്യാണത്തിന് ട്രാവലറിലൊന്നും പോകാറില്ല കേട്ടോ. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ അടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ കല്യാണത്തിന് ഇങ്ങനെ ട്രാവലറിലൊക്കെ പോയൊരു ഓർമ്മയുണ്ട്. സംഭവം ട്രാവലറിൽ നല്ല ചില്ലായിട്ടൊക്കെ പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഡാൻസ് ഉള്ള കാരണം ടെൻഷനായിരുന്നു. അപ്പം നമ്മൾ ഫുൾ പാട്ട് വെച്ച് സ്റ്റെപ്പ് ഓർക്കലായിരുന്നു നമ്മളുടെ പരിപാടി. പിന്നെ ഗുരുവായൂർ എത്തിയിട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വഴി. അങ്ങനെ അവസാനം നമ്മൾ വഴിയൊക്കെ കണ്ടെത്തി കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ആയുഷിൻ്റെയും അനശ്വരയുടെയും ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പുടവ് കൊടുക്കൽ സെറിമണി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ ചടങ്ങിന് മുമ്പ് നമുക്ക് കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ, വിളക്ക് എത്തിക്കണം, പറ നിറയ്ക്കണം. അപ്പോൾ ചായയും പിന്നെ നമ്മൾ അനശ്വര ചേച്ചിയുടെ അമ്മയും കൂടിയിട്ടാണ് പറയൊക്കെ നിറയ്ക്കുന്നത്. സംഭവം നമുക്ക് എല്ലാവർക്കും ആ ഡാൻസ് കഴിയുന്നവരെ ഒരു ടെൻഷനായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റേജിൽ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഭയമാണ്. തെറ്റിച്ച് കളിച്ചാലും വലിയ സീനൊന്നും ഇല്ലാന്ന് നമുക്കും അറിയാം, എന്നാലും ഒരു ഭയം. അങ്ങനെ നമ്മളുടെ റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മളെ ചടങ്ങിലോട്ട് പോവാം. അപ്പോൾ രാഗിമേമയായിരുന്നു കേട്ടോ നമ്മളുടെ ഹോസ്റ്റ്. വാങ്ങട്ടെ വാങ്ങട്ടെ വാങ്ങട്ടെ. രണ്ട് മാമന്മാർ തമ്മിൽ ജാതകം കൊടുക്കുന്നതും വാങ്ങുന്നതാണ് കണ്ടത്. അനശ്വര ചേച്ചിയുടെ മാമൻ നമ്മളുടെ വെലിശന് എന്ന് വെച്ചാൽ കുട്ടൂസ് ചേട്ടൻ്റെ മാമന് ജാതകം കൊടുത്തതാണ് കേട്ടോ കണ്ടത്. ജാതകം കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ മെയിൻ പരിപാടിയായ പുടവ കൊടുക്കലാണ്. നമ്മുടെ ചെറുക്കൻ്റെ പെങ്ങളായ കുക്കു ചേച്ചി നമ്മളെ പെണ്ണിന് പുടവ കൊടുക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ചടങ്ങ്. ബൈ ദ ബൈ നമ്മളെ ചെക്കിനെയും പെണ്ണിനെയും കണ്ടില്ലല്ലോ. അതേ കുട്ടൂസ് ചേട്ടനും അനുചേച്ചി നല്ല സുന്ദരന്മാരായിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരാണല്ലോ ഇന്നത്തെ മെയിൻ താരങ്ങൾ. ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടായ സൂര്യകൃഷ്ണനുണ്ണീനെ അവിടെ കണ്ടു. പിന്നെ നമ്മൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ എൻ്റെ അനിയത്തിമാർ പറന്ന് വരും. അവർക്കതിനൊരു പ്രത്യേകതര കഴിവുണ്ടെന്ന് തോന്നുന്നു, സിക്സ്ത് സെൻസ്. മനസ്സിലായി. പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അനുചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ ഒരു അടിപൊളി ഡാൻസോട് കൂടിയാണ് കേട്ടോ നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതെന്താണ് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്നാണോ നിങ്ങൾ വിചാരിക്കണേ? അതല്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ. അങ്ങനെയല്ല, നമ്മളൊരു 5-6 days ആയിട്ട് എല്ലാ ദിവസവും ഈവനിങ് നമ്മളുടെ ഒരു പ്രാക്ടീസായിരുന്നു. നമുക്കിത് നന്നായി കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നന്നായി കളിച്ചോളൂ. നമ്മൾ സ്റ്റേജ് ഫയറാക്കി. മീറ്റ് അവർ മെഹന്തി ആർട്ടിസ്റ്റ് അമ്മാളും എൻ്റെ ചീണു രണ്ടുപേരും കൂടെ എൻ്റെ കയ്യിലൊരു താജ്മഹൽ പണിതിട്ടുണ്ട്. നമ്മളെല്ലാവരും കല്യാണത്തിനുള്ള പ്രിപ്പറേഷനിലാട്ടോ. മാധവൻ നമുക്കൊക്കെ നെയിൽ പോളിഷൊക്കെ കിട്ടുന്നു, നമുക്കല്ല ആദ്യലക്ഷ്മിക്ക്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ വകയും ഡാൻസ് ഉണ്ടായിരുന്നു, അവരും നല്ല കിട്ടിലനായിട്ട് കളിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ തങ്കുമാമൻ്റെ പാട്ടുണ്ടായിരുന്നു, നമ്മളുടെ ദീപമ്മയുടെ പാട്ടുണ്ടായിരുന്നു.
അതുപോലെ അനുചേച്ചിയുടെ അവിടെ നിന്ന് അവരുടെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പരിപാടികളും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ചാർജൊക്കെ പോയി 0% ആയി. ഇനി അത് 100 ആക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് അടിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കൗണ്ടറിൽ പോയി സൂപ്പർ ഫുഡുകളായിരുന്നു. ഇത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ നമുക്ക്. ഞങ്ങൾ ഐസ്ക്രീം ഡെസേർട്ട് കഴിച്ചു. സോ ഗുഡ് ഗൈസ്. ഒതല്ലോ എന്നാണ് ഞങ്ങളുടെ ഡെസേർട്ടിൻ്റെ പേര്. പിന്നെ നമ്മൾ നമ്മുടെ തുരുത്തി ഫാമിലിയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. സ്റ്റേജ് നിറച്ച ആൾക്കാരായിട്ട് ആ ഫോട്ടോഗ്രാഫേഴ്സിന് മൊത്തം ആൾക്കാരെ കിട്ടിയോ ആവോ. ഞാൻ പറഞ്ഞില്ലേന്ന് പറയണത് എന്താണെന്നോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പാട്ട് പാടിയത് ദീപമ്മായാന്ന് ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ദീപമ്മായ ഒന്നല്ലാന്ന്. പക്ഷെ അത് ദീപമ്മായ ആയിരുന്നു. അത്ര അടിപൊളിയായിട്ട് പാടിയിട്ടോ. അമ്മായിക്ക് ഇത്തരം കഴിവുണ്ടെന്ന് ഞാനൊക്കെ മനസ്സിലാക്കിയത് ആ പുടവ കൊടുക്കലിന് പാട്ട് പാടിയപ്പോഴാണ്. പിന്നെ അവിടെ ഒരു പുകമയായിരുന്നു. ഫുൾ പാട്ട് വെച്ച് DJ ഡാൻസ്, തുള്ളി എൻ്റെ കാലൊക്കെ ഊരിപ്പോവാറായി. അത്രയധികം നേരം നമ്മളെ ചെക്കനും പെണ്ണും അവിടെയുള്ള എല്ലാവരും ഡാൻസ് കളിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഫാമിലിയിൽ ഈ പ്രായപരിധി ഒന്നും ഇല്ലാതെ എല്ലാവരും ഡാൻസ് കളിക്കണം. ഒരു വേറെ തന്നെ വൈബാണ്. കാരണം ചിടുങ്ങുകൾ തൊട്ട് നമ്മളുടെ വയസ്സായ അച്ചാച്ചന്മാർ വരെ ഡാൻസ് കളിക്കുമായിരുന്നു അവിടെ. അത്ര അടിപൊളി പരിപാടിയായിരുന്നു. നമുക്കങ്ങനെ എത്ര പാട്ടായിരുന്നു ലാസ്റ്റ് വയ്യാണ്ടായി. എന്തായിരുന്നു ലാസ്റ്റത്തെ കലാശക്കൂട്ട് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതിലൊരു സംഭവമായിരുന്നു ആ ഒരു ഡേ. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ ഉള്ളൊരു ഫീൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവില്ലേ, നിങ്ങളവിടെ ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. സാരില്ല, വിഷമിക്കണ്ട. വേറെ എന്താ ഞാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു, ലവ് യു.